ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വിൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിനകത്ത് നമ്മൾ ചോറോ വെള്ളമോ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതിനകത്ത് തീരെ കട്ടകളൊന്നും കാണത്തില്ല. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത മാങ്ങ വെച്ച് ഇതേപോലെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി നുറുക്കിയെടുക്കുക. പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുക്കുക. ഏത് തരം പൊടിയായാലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി എരിഞ്ഞ മാങ്ങ കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. നമ്മൾക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് പൊടിയും 1-2 മാങ്ങ കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നതാണ് നല്ലത്. തീരെ വെള്ളമയം പാടില്ല. ഇനി ഇത് പൾസ് മോഡിൽ ഒന്ന് അടിച്ചെടുക്കുക. 1-2 പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾക്ക് കിട്ടും. ഇത് ഒരുപാട് ഉണ്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാങ്ങ കഷ്ണം കൂടിയെന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാങ്ങ കഷ്ണം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരു മാങ്ങ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ രീതിയിൽ തന്നെ പൊടിയെല്ലാം അടിച്ചെടുക്കുക. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇതേപോലെ കിട്ടണം. അതേസമയം നമ്മൾ തിരിച്ചിടുമ്പോൾ ഇതെല്ലാം കട്ടയില്ലാതെ തിരിച്ച് അതേപോലെ വീഴുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാങ്ങ കഷ്ണം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതേപോലെ ഒരുപാട് ഉണ്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്തിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് തേങ്ങയാണ്. പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് പുട്ടുണ്ടാക്കാനായിട്ടുള്ള കലം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കുക. തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ള സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പുട്ടെല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. കുറച്ച് നീളത്തിലുള്ള 2 കഷ്ണമായിട്ടോ അല്ലെങ്കിൽ ചെറിയ 3 കഷ്ണങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. മാറി മാറി തേങ്ങയും പൊടിയും ഇട്ട് കൊടുക്കുക. ഞാനിതിന് മുന്നേ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുട്ടിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വേറൊരു വീഡിയോയ്ക്കകത്ത് മാങ്ങയ്ക്ക് പകരം നമ്മൾ പഴമാണ് യൂസ് ചെയ്യുന്നത്. അതും നല്ല സോഫ്റ്റായിട്ട് വരുന്നൊരു പുട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അതിനകത്തും കുറച്ച് ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പുട്ടും കലത്തിൽ വെള്ളം വെച്ചത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഒരു കുറ്റി നമ്മൾ പുട്ട് നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് നേരെ തിളച്ചുകൊണ്ടിരിക്കുന്ന പുട്ടും കലത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് ആവി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആവി വന്നതിന് ശേഷം 6 മിനിറ്റ് നമ്മൾ വേവിക്കണം. ഇതേപോലെ ആവി വന്നതിന് ശേഷം 6 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഈ പുട്ട് സാധാരണ പുട്ട് കുത്തിയെടുക്കുന്ന അതേപോലെ തന്നെ കുത്തിയെടുക്കാം. മാങ്ങയുടെയൊക്കെ നല്ല ഫ്ലേവറുള്ള പുട്ട് തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾക്കറിയാം തീരെ കട്ടയൊന്നും ഇതിനകത്ത് കാണത്തില്ല. അത് മാത്രമല്ല കുറേ സമയം ഇരുന്നാലും ഇത് ഡ്രൈ ആയി പോകത്തുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്